നിലമ്പൂരിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ചതിൽ എഫ്ഐആറിന്റെ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതായത് ഫെൻസിംഗിന് വൈദ്യുതി എടുക്കാൻ വേണ്ടി സ്ഥാപിച്ച കമ്പിയിൽ നിന്നാണ് ഷോക്കേറ്റിട്ടുള്ളത്. മറ്റുള്ളവർക്ക് അപകടം ഉണ്ടാകുമെന്ന് അറിഞ്ഞുകൊണ്ടുള്ള പ്രവൃത്തിയാണെന്നും പോലീസ് എഫ്ഐആറിൽ പറയുന്നുണ്ട്. സംഭവത്തിൽ മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്ക് പോലീസ് കേസെടുത്തിട്ടുണ്ട്. അതേസമയം ഷോക്കേറ്റ് മരിച്ച ജിത്തുവിന്റെ മൃതദേഹം നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ നിന്ന് പോസ്റ്റ്മോർട്ടത്തിനായി മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ വാർത്തയുടെ വിശദമായ വിവരങ്ങളിലേക്ക് പോകാം. നിലമ്പൂരിൽ നിന്ന് അരുൺ അമർനാഥും അമൽ തേനമ്പറമ്പിലുമാണ് വിവരങ്ങളുമായി ചേരുന്നത്. ആദ്യം അരുണിലേക്കാണ്. അരുൺ, ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരുപക്ഷെ സാധാരണ നിലമ്പൂരിലെ ഓരോ വിവരങ്ങളും നമ്മൾ പങ്കുവെച്ച് തുടങ്ങുന്നത്. കാരണം പ്രചാരണം, സ്ഥാനാർത്ഥികൾ കൂടെ ഉണ്ടാകും, അങ്ങനെ ഓരോ വിവരങ്ങളായിരിക്കും. പക്ഷെ ഇതിപ്പോൾ ഒരു ദുരന്തത്തിലേക്ക് വഴിമാറിയിരിക്കുകയാണ്. പ്രധാനമായും ആ നിലമ്പൂരിലെ ജനങ്ങൾ എന്താണ് അഭിമുഖീകരിക്കുന്നത് എന്ന് തെളിയിച്ചു തരുന്ന ഒരു വലിയൊരു പ്രശ്നം കൂടിയാണ് മുന്നിലേക്ക് വന്നിരിക്കുന്നത്. ഇപ്പോൾ അരുൺ ആശുപത്രിയിലാണുള്ളത്. ബാക്കി കുട്ടികളുടെ ആരോഗ്യനിലയൊക്കെ എങ്ങനെയുണ്ട്? എന്താണ് ഇനി മറ്റ് നടപടികൾ? പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കാനിരിക്കുന്നു. ഒപ്പം എഫ്ഐആറിലെ വിവരങ്ങൾ വന്നിരിക്കുന്നു. കാര്യത്തിലൊക്കെ വ്യക്തതയാകുന്നുണ്ടോ? എന്താണ് അവിടെ സംഭവിച്ചത് എന്നുള്ളത്? അതെ പൂജ, ഗുഡ് മോർണിംഗ് എന്ന് പറയാൻ പോലും നമുക്ക് പ്രയാസമുണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു സംഭവം തന്നെയാണ്. ഞാനിപ്പോൾ ഉള്ളത് ഈ ജില്ലാ ആശുപത്രിയിലാണ്. ജില്ലാ ആശുപത്രിയിലുള്ളത് ഷാനു എന്ന് പറയുന്ന കുട്ടിയാണ്. ആരോഗ്യനില തൃപ്തികരമാണ്. 8 മണിയോടുകൂടി ഡിസ്ചാർജ് ഉണ്ടാകും എന്നുള്ളതാണ്. പാലാടുള്ള മറ്റൊരു കുട്ടിയുടെ ആരോഗ്യനിലയും തൃപ്തികരമാണ് എന്നുള്ളത് ഇപ്പോൾ ആശ്വാസം ഉണ്ടാക്കുന്ന വാർത്തയാണ്. പക്ഷേ ജിത്തു എന്ന 15-കാരൻ്റെ വിയോഗത്തിൻ്റെ വേദനയിലാണ് നാടുണ്ടാകുന്നത്. അതിന് പിന്നാലെ അത്തരത്തിലുള്ള രാഷ്ട്രീയ പ്രത്യാരോപണങ്ങൾ, അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ, അതിനൊക്കെ രാത്രി വൈകിയും ഈ ആശുപത്രി പരിസരവും ഈ വഴിക്കടവ്, ചക്കിട്ടുപാറ എന്ന പ്രദേശവും ഒക്കെ സാക്ഷിയായി എന്നുള്ളത് തന്നെയാണ്. അത്തരത്തിൽ ഇപ്പോൾ ഒരു പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള അന്വേഷണ റിപ്പോർട്ട് വരുന്നത്. അപ്പോഴും കൃത്യമായ വ്യക്തത വരാൻ ഒരുപാട് സംഭവങ്ങൾ ബാക്കിയുണ്ട് എന്നുള്ളതാണ്. പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ പോലീസ് പറയുന്നത് നിലവിൽ ഫെൻസിങ്ങിനായി സ്ഥാപിച്ച കമ്പിക്ക് വൈദ്യുതി എടുത്തിരുന്നു. അതിൽ നിന്നാണ് ഇത്തരത്തിലൊരു വൈദ്യുതി ആഘാതം ഏൽക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഈ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്താണ് ഇത്തരത്തിലൊരു സംഭവം നടന്നിരിക്കുന്നത്. അപ്പോൾ സ്വകാര്യ വ്യക്തിയുടെ പിഴവായി തന്നെ അത്തരത്തിൽ ആളുകൾക്ക് അപകടം ഉണ്ടാകുന്ന രീതിയിലാണ് ഇത്തരത്തിലൊരു ഫെൻസിങ് നടത്തിയിരിക്കുന്നത്. അല്ലെങ്കിൽ ഇത്തരത്തിൽ വൈദ്യുതി സ്ഥാപിച്ചത് അപകടകരമായ രീതിയിലാണ് എന്നുള്ളത് തന്നെയാണ് പോലീസിന്റെ വാദം എന്നുള്ളതാണ്. മനഃപൂർവ്വം അല്ലാത്ത നരഹത്യക്കാണ് ഇപ്പോൾ വഴിക്കടവ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. വിശദമായ അന്വേഷണം പോലീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. KSEBയും സമാനമായ രീതിയിലാണ് അവിടെ പരിശോധന നടത്തിയിരുന്നു. അപ്പോൾ ഇതാണ് അപകടത്തിന് കാരണമാണ് എന്നുള്ളതാണ്. യാതൊരു സുരക്ഷയും ഇല്ലാതെ ഇത്തരത്തിൽ ഈ സ്വകാര്യ ഭൂമിയിൽ ഇത്തരത്തിലൊരു ഫെൻസിങ് നടത്തി എന്നുള്ളത് തന്നെയാണ് KSEBയും റിപ്പോർട്ട് നൽകുന്നത്. അപ്പോഴും അത്തരത്തിൽ UDF ഒക്കെ പ്രതിഷേധവുമായി വരുന്നത് ഇത്തരത്തിൽ വന്യജീവി പ്രശ്നത്തിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് തന്നെയാണ്. അതായത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കാലങ്ങളായി തന്നെ നിൽക്കുന്നു. ഇത്തരത്തിൽ ഫെൻസിങ്ങിൽ ഉൾപ്പെടെ ആളുകൾക്ക് പോകേണ്ടി വരുന്നത് കൃത്യമായ നടപടി വനം വകുപ്പോ അധികൃതരോ ഒന്നും തന്നെ എടുക്കാത്തത് കൊണ്ട് ആണ് എന്നുള്ള രാഷ്ട്രീയ ആരോപണം ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിന്റെ UDFന്റെ ഒക്കെ സമരം മുന്നോട്ട് വന്നത്. സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് ഇന്നലെ തന്നെ ഇവിടെ എത്തി അത്തരത്തിലൊരു ആരോപണമാണ് ഉന്നയിച്ചത്. സർക്കാർ സ്പോൺസേർഡ് കൊലപാതകം എന്നൊരു ആരോപണം മുന്നോട്ടേക്ക് വെക്കുന്നു. അതിനെ പ്രതിരോധിക്കുന്നത് LDF മുതിർന്ന നേതാക്കൾ A. വിജയരാഘവൻ ഉൾപ്പെടെ ഇവിടെ എത്തിക്കൊണ്ട് പറഞ്ഞത് അത്തരത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണ് UDF നടത്തുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതിനെയും കൗണ്ടർ ചെയ്തുകൊണ്ടുള്ള ഒരു പ്രതികരണമൊക്കെ UDF നേതാക്കൾ. ഇപ്പോൾ ഇതില് എഫ്ഐആർ വന്നിട്ടുണ്ട്. അതിന്റെ വിശദാംശങ്ങളൊക്കെ ആരോട് പറഞ്ഞു. ഇതിപ്പോൾ ഈ സ്ഥലം ഉടമയെ സംബന്ധിച്ച് മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്കൊക്കെ കേസെടുത്ത് പോകുന്നുണ്ട്. ഈ ഒരുപക്ഷെ ഇപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഒരു ഏരിയയിൽ ഉണ്ടാകുന്നു. പല ഏരിയയിലും ഒരുപക്ഷെ ഇങ്ങനെ ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ടല്ലോ. ഇതിപ്പോൾ വന്യജീവി പ്രശ്നം നിരന്തരമായുള്ള ഒരു മേഖലയാണ്. അവിടെ ഒരിടത്ത് ഒരു ജീവൻ നഷ്ടമാകുന്നു. ഇതിനെ സംബന്ധിച്ചുള്ള കൂടുതൽ അന്വേഷണത്തിലേക്ക് എങ്ങനെയാണ് പോകുന്നത്? ഇതിപ്പോൾ ഒരു രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ഇതിപ്പോൾ ഗുരുതരമായ ഒരു പ്രശ്നമാണ്. KSEBക്കെതിരെയൊക്കെ വലിയ ആരോപണം ഉയർന്നു വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യത്തിലൊക്കെ എങ്ങനെയായിരിക്കും ഇനി നീക്കുപോക്ക് ഉണ്ടാക്കുക? അത് മാത്രമല്ല, ഒരു കൃത്യമായിട്ടുള്ള ഒരു മറുപടി എന്ന രീതിയിൽ ജനങ്ങൾക്കും ഇനി കൊടുക്കേണ്ടതായിട്ടുണ്ടല്ലോ. വനം വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉൾപ്പെടെയുള്ള ഒരു അന്വേഷണം, അവരുടെ നടപടികളൊക്കെ ഇനി എങ്ങനെയായിരിക്കും പോവുക? കാലങ്ങളായുള്ള ഒരു ജീവൽ പ്രശ്നം തന്നെയാണ്. അതിനൊരു ശാശ്വത പരിഹാരം അവിടെ എപ്പോഴും ബാക്കി തന്നെയാണ്. പക്ഷെ അപ്പോഴും അടിയന്തര ഒരു ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്നുള്ള ഉൾപ്പെടെയുള്ള ആരോപണങ്ങളാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അപ്പോഴാണ് തുടർച്ചയായെന്നോണം ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നു, മരണങ്ങൾ ആവർത്തിക്കപ്പെടുന്നു എന്നുള്ളതൊക്കെ തന്നെ. അപ്പോൾ വിശദമായ പഠനം അവിടെ ബാക്കിയാണ്, വിശദമായ അന്വേഷണം അവിടെ ബാക്കിയാണ്. ഈ സംഭവത്തിൽ ഉൾപ്പെടെ വനംവകുപ്പിന്റെ ഉൾപ്പെടെ ഒരു അന്വേഷണം നടന്നു വരികയാണ്. KSEB ഉൾപ്പെടെ സ്ഥലത്തെത്തി പ്രാഥമികമായ ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത്. പോലീസിന്റെയും FIR വന്നു. ഇനിയും വിശദമായ
വിശദമായ പഠനം വേണ്ടി വരും. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കൊക്കെ നടപടി അന്വേഷണം ഒരു ഭാഗത്തേക്ക് പോകുന്നു. നാട്ടുകാർ ഇതിലൊന്നും തന്നെ തൃപ്തരാകുന്നില്ല. കാരണം ഓരോ ദിവസവും എടുക്കും. ഇപ്പോൾ തന്നെ നിലമ്പൂരിന് അടുത്തുള്ള കാളികാവിൽ സംഭവിക്കുന്നതാണ്. അവിടെ ഇപ്പോഴും ആളെക്കൊല്ലി കടുവയ്ക്കാനുള്ള തിരച്ചിൽ ഒരു ഭാഗത്ത് തുടരുകയാണ്. അതിന് ഒരു ശാശ്വത പരിഹാരമാകുന്നില്ല. അപ്പോൾ ആളുകളുടെ ഉള്ളിലെ ഭീതി, ആശങ്ക ഇതൊക്കെ മാറ്റമില്ലാതെ തന്നെ തുടരുന്നു. അപ്പോൾ നാട്ടുകാരെ സംബന്ധിച്ചുള്ള അവരുടെ ഏറ്റവും വലിയ ഒരു ആശങ്ക, അല്ലെങ്കിൽ ഏറ്റവും വലിയ അവരുടെ ഒരു പരിഗണന എന്ന് പറയുന്നത് അവർക്ക് ജീവനും സ്വത്തിനും അത്തരത്തിലൊരു സംരക്ഷണം വേണം എന്നുള്ളത് തന്നെയാണ്. ശരിയാണ്. അങ്ങനെ ഒരു സംരക്ഷണം ഒരുക്കുന്നില്ല എന്നതുകൊണ്ട് തന്നെ ജനങ്ങൾ പ്രതിഷേധവും കടുപ്പിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം.